ശരി അനീഷ്, പീരുമേട് നിയോജക മണ്ഡലത്തിലെ വിവിധ ബൂത്തുകളിലും പോളിംഗ് പുരോഗമിക്കുകയാണ്. ഏതാനും ചില ബൂത്തുകളിൽ യന്ത്ര തകരാർ മൂലം വൈകിയാണ് പോളിംഗ് ആരംഭിച്ചത്. പ്രശ്നമായത് ബൂത്തുകളിലടക്കം കനത്ത സുരക്ഷാ പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ വാർഡായ മുല്ലപ്പെരിയാർ വാർഡിൽ ഉൾപ്പെടെ മികച്ച പോളിംഗാണ് ഉച്ചവരെ രേഖപ്പെടുത്തിയത്. വിശദാംശങ്ങളുമായി ജെറിൻ ചേരുകയാണ്. ജെറിൻ, ഉച്ചയ്ക്ക് ശേഷമുള്ള ഇപ്പോഴത്തെ നിലവിലെ പോളിംഗ് ശതമാനം എങ്ങനെയാണ്? രാവിലെ 7 മണിക്ക് ആരംഭിച്ച പോളിംഗ് ഇപ്പോൾ 6 മണിക്കൂറോളം പിന്നിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഉച്ച സമയത്ത് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പല ബൂത്തുകളിലും വലിയൊരു തിരക്ക് തന്നെ നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയും. പീരുമേട് മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളിലും വിവിധ ബൂത്തുകളിൽ വലിയൊരു തിരക്ക് ഈ ഉച്ച സമയത്ത് തന്നെ കാണാൻ കഴിയും. മുൻപ് നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ കാലാവസ്ഥ അനുകൂലമായി നിൽക്കുന്നത് തന്നെയാണ് വലിയൊരു ആശ്വാസമായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലൊക്കെ കാലാവസ്ഥ അനുകൂലമല്ലായിരുന്നു. വലിയ രീതിയിലുള്ള മഞ്ഞ്, അതോടൊപ്പം തന്നെ മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് കാലാവസ്ഥ അനുകൂലമായി തന്നെ നിൽക്കുന്നത് കൂടുതൽ ആളുകളെ ഈ വോട്ട് ചെയ്യാൻ വേണ്ടി ബൂത്തുകളിലേക്ക് എത്താൻ വേണ്ടി ഒരു കാര്യമായി തന്നെ നടക്കുന്നു. അത് മുന്നണികൾക്കും അതോടൊപ്പം തന്നെ വോട്ട് ചെയ്യാൻ എത്തുന്നവർക്കും വലിയൊരു ആശ്വാസമാണ്. ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്യുമോ എന്നറിയത്തില്ല. അതുകൊണ്ട് തന്നെയായിരിക്കും ചിലപ്പോൾ കൂടുതൽ ആളുകൾ ഈ മേഖലയിലൊക്കെ ഇപ്പോൾ വോട്ടിങ്ങിനായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. തോട്ടം മേഖലയായി വണ്ടിപ്പെരിയാർ നമ്മൾ നോക്കുകയാണെങ്കിൽ വണ്ടിപ്പെരിയാറിലെ ചില മേഖലകളിലൊക്കെ പണിക്ക് ശേഷമൊക്കെ ഉച്ച കഴിഞ്ഞ് കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യാൻ രേഖപ്പെടുത്താൻ എത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. കോവിൽമൽ രാജാവ് രാമൻ രാജമന്നൻ ട്രൈബൽ സ്കൂളിലെത്തി അല്പസമയത്തിന് മുമ്പ് വോട്ട് രേഖപ്പെടുത്തി. എല്ലാവരും തന്നെ വോട്ട് ചെയ്യണമെന്നും നമ്മുടെ അവകാശങ്ങൾ നിലപാട് നമ്മൾ വ്യക്തമാക്കണമെന്നും അദ്ദേഹം ഇടുക്കി വിഷ്ണുവോട് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ വിവിധ ബൂത്തുകളിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ചില ബൂത്തുകളിൽ കുറവാളുകളും ചില ബൂത്തുകളിൽ വലിയ നിര തന്നെ ഈ സമയത്ത് നമുക്ക് പല മേഖലയിലും കാണാൻ കഴിയും. ഞാൻ മുമ്പ് സൂചിപ്പിച്ച ചില മേഖലകളിലൊക്കെ രാവിലെ വൈകിയാണ് വോട്ടിംഗ് യന്ത്രത്തിന്റെ തകരാർ മൂലം ആരംഭിച്ചത്. ഇവിടെയെല്ലാം ഇപ്പോൾ പ്രശ്നം പരിഹരിച്ച് മുമ്പോട്ട് പോവുകയാണ്. പ്രശ്നബാധിത മേഖലയിൽ വലിയ രീതിയിലുള്ള ഒരു പോലീസിന്റെ സേനയും വിന്യസിച്ചിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ അറിയാം, നമ്മൾ തേക്കടി മന്നാക്കുടിയിലൊക്കെ വലിയ രീതിയിലുള്ള ഒരു പോലീസ് സേനയാണ് വിന്യസിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വണ്ടിപ്പെരിയാറിലെ ഏതാനും ചില ബൂത്തുകളിലുമൊക്കെ വലിയ രീതിയിലുള്ള പോലീസ് സേനയെ വിന്യസിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാനുള്ള കൃത്യമായ ഇടപെടൽ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയാത്തൊരു വിവരം വരുന്നത് പീരുമേട്ടിൽ ഒരു കള്ളയോട്ട് രേഖപ്പെടുത്തിയ ഒരാളെ പിടികൂടി എന്നാണ് പറയുന്നത്. അതിന്റെ വിവരങ്ങൾ നമുക്ക് അടുത്ത മണിക്കൂറുകൾ തന്നെ ഉടൻ വ്യക്തമാക്കാൻ സാധിക്കും. ഏതായാലും നിലവിൽ ഈ സമയം വരെ നോക്കുകയാണെങ്കിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ നല്ല രീതിയിൽ തന്നെ പോളിംഗ് നടക്കുന്നുണ്ട്. ഏതാനും വാർഡുകളിലൊക്കെ 500 മുകളിൽ തന്നെ ഓരോ ബൂത്തുകളിലും 500 മുകളിൽ വോട്ടുകളൊക്കെ ഓരോ വാർഡുകളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെയില്ല.